വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഒരു കുട്ടി നൈക്ക ഹോളാണ്. നൈക്കന്ന് കുറച്ച് പ്രോഡക്റ്റ് വാങ്ങിച്ചിട്ടുണ്ട്. ഈ ഒരു കഴിഞ്ഞ സെയിലിൽ വാങ്ങിച്ചതാണ് കേട്ടോ. അപ്പം അതൊക്കെ കാണിക്കാമെന്ന് വിചാരിച്ചു. ഓൾറെഡി അൺബോക്സിങ് ഞാൻ ഷോർട്സ് ആയിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ ഓരോന്നും ഡീറ്റെയിൽഡ് ആയിട്ട് കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ മുമ്പ് മീഷോ ഹോളിൽ പറഞ്ഞ പോലെ ഇങ്ങനെ മേക്കപ്പ് പ്രൊഡക്ട്സ് ഇങ്ങനെ കളക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം മേക്കപ്പ് പ്രൊഡക്റ്റ്, സ്കിൻ കെയർ പ്രൊഡക്റ്റ് ഒക്കെ കാലിയായിട്ടുണ്ട്. ഏകദേശം ഒരു 2 വർഷം മുമ്പെങ്ങാനാണ് ഞാൻ ഇതൊക്കെ പർച്ചേസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ബൾക്കായിട്ടുള്ളൊരു പർച്ചേസ് ഇപ്പോഴാണ് നടക്കുന്നത്. ഞാനിപ്പോൾ കുറച്ച് ഇങ്ങനെ കളക്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ അതിനോടുള്ളൊരു ക്രേസും ഉണ്ട്. സ്കിൻ കെയറിനെക്കാട്ടിലും ഇപ്പോൾ എനിക്ക് മേക്കപ്പിനോടാണ് താല്പര്യം കേട്ടോ. പണ്ട് സ്കിൻ കെയർ ആയിരുന്നു. എന്നെ പണ്ടേ ഫോളോ ചെയ്യുന്നവർക്കറിയാം സ്കിൻ കെയർ എത്രത്തോളം ഇഷ്ടമായിരുന്നു, എത്രത്തോളം പ്രൊഡക്റ്റൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ നമുക്ക് പ്രൊഡക്റ്റ് നോക്കാം. അപ്പോൾ ഇത്രയും പ്രൊഡക്ട്സാണ് ഞാൻ നൈക്കന്ന് വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് തന്നെ സാംഫൻ്റെ ഈ ഒരു ഫേഷ്യൽ റേസർ ഉണ്ട്. ഇത് ഐബ്രോ ടച്ചപ്പ് ഫേസ് റേസറാണ്. ഇതിൽ 3 എണ്ണം വരുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ 3 എണ്ണം വരുന്ന റേസറാണ്. ഇതിന് 90 അങ്ങനെ എന്താണ് പ്രൈസ് വന്നിട്ടുള്ളത്. വലിയ ക്വാളിറ്റി ഉള്ള ബ്ലേഡൊന്നുമല്ല, മെറ്റീരിയലൊന്നും വലിയ ക്വാളിറ്റി ഇല്ല. ഒരു 1 ടൈം യൂസിനൊക്കെ ഇത് പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഇതിൻ്റെ ഒരു സിക്സാക്ക് ബ്ലേഡാണ് ഇതിന് വന്നിട്ടുള്ളത്. 3നും അങ്ങനത്തെ സിക്സാക്ക് ബ്ലേഡാണ്. വെയ്റ്റ്ലെസ് ആണ്. നല്ല ക്വാളിറ്റി, നല്ല കുറവുള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. എന്തായാലും നമുക്ക് കുറച്ചൊക്കെ യൂസ് ചെയ്യാം. ഇതാണ് നമ്മുടെ ഫസ്റ്റ് പ്രൊഡക്റ്റ്. പിന്നെ ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് ഈ ഒരു ബ്ലഷാണ്. ഇൻസൈറ്റിൻ്റെ ഒരു ലിക്വിഡ് ബ്ലഷാണ് ഇത്. MRP വന്നിട്ട് 290 ഞാൻ എത്രക്കാണ് വാങ്ങിച്ചതെന്ന് അറിയില്ല. അത്രക്കല്ല, എന്തായാലും ഓഫറുള്ള സമയം കൊണ്ട് നല്ല പ്രൈസ് കുറവുണ്ടായിരുന്നു. ഇങ്ങനെയാണ് പാക്കേജ് വന്നിട്ടുള്ളത്. ഞാൻ വാങ്ങിച്ച ഷെയ്ഡ് വന്നിട്ട് ബെൽജിയൻ എക്ലെയർ എന്ന് പറഞ്ഞ ഷെയ്ഡാണ്. എല്ലാ ഇന്ത്യൻ സ്കിൻ ടോണിനും മാച്ച് ആവുന്നൊരു ഷെയ്ഡാണിത്. ഇതിൻ്റെ വേറെ ഷെയ്ഡ്സ് ഉണ്ട്. ഈ ഒരു ഇൻസൈറ്റിൻ്റെ ഈ റേഞ്ച് കംപ്ലീറ്റ് ഇന്ത്യൻ സ്കിൻ ടോണിന് മാച്ച് ആവുന്ന ഷെയ്ഡ്സാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ 01 ബെൽജിയൻ എക്ലെയർ ആണ് ഞാൻ വാങ്ങിച്ചത്. ഒരു ബ്രൗൺ ഓറഞ്ച് ആ ഒരു ഷെയ്ഡിലാണ്. നല്ലൊരു പാക്കേജാണ്. ഇതിൻ്റെ ബോട്ടിൽ വന്നിട്ട് ഇങ്ങനത്തെ ഒരു പിങ്ക്, ഒരു ചെറിയൊരു പിങ്ക് ടിൻറ്റഡ് ആയിട്ടുള്ളൊരു ക്യാപ്പൊക്കെയാണ് വന്നിട്ടുള്ളത്. ഇൻസൈറ്റ് ബ്ലഷ് എന്നൊക്കെ ഉണ്ട്. കുറച്ചൊരു ലക്ഷറിയസ് ആയിട്ടുള്ള പാക്കേജ് ആയി തോന്നില്ലേ. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ ഈ ഒരു പാക്കേജ്. ഇനി ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ ഇത്തിരി തടിച്ചൊരു ആപ്ലിക്കേറ്ററാണ് കേട്ടോ ഉള്ളത്. ലിപ്സ്റ്റിക്കിൻ്റെ ഒക്കെ പോലെ തന്നെ നല്ലൊരു കളറാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഈ ഒരു കളർ. അപ്പോൾ ഇതിൽ കുറേ പ്രോഡക്റ്റ് വരും. അപ്പോൾ എക്സസ് ഉള്ളത് ഞാൻ ഇവിടെ നിന്ന് വൈപ്പ് ഓഫ് ചെയ്യട്ടെ. ഞാൻ ഇവിടെ കയ്യിൽ കാണിച്ചു തരാം. സോ ഇതാണ് ഷെയ്ഡ് വന്നിട്ട്. ഒരു ഓറഞ്ചിഷ് ബ്രൗൺ അങ്ങനത്തെ ഒരു ഷെയ്ഡാണ്. നല്ലൊരു ഷെയ്ഡാണ് കേട്ടോ. നല്ല ബ്ലെൻഡബിൾ ആണ്. നല്ലൊരു ഫോർമുലാണ്. നെക്സ്റ്റ് കാണിക്കാൻ പോകുന്നത് ഇൻസൈറ്റിൻ്റെ തന്നെ ഒരു കൺസീലറാണ്. അത്യാവശ്യം നല്ല റിവ്യൂസ് ഉള്ള ഒരു കൺസീലറാണ് കേട്ടോ ഇത് വാങ്ങിച്ചവരൊക്കെ പറയുന്നത് നല്ല കവറേജ് ഉള്ള നല്ല ഫൗണ്ടേഷനാണ്. ക്രീമി ഫോമുലാണ് ഇതിൻ്റെ വരുന്നത്. അതുകൊണ്ട് തന്നെ നല്ലതാണ്. ഇതിൻ്റെ ഷെയ്ഡ് വന്നിട്ട് NZ1 എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡാണ് കേട്ടോ ഞാൻ ചൂസ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ഷെയ്ഡാണ്. അത് നമുക്കിങ്ങനെ ബ്ലെൻഡ് ചെയ്യാം. കുറച്ച് ലൈറ്റ് ഷെയ്ഡാണ്. നല്ല ഈസി ബ്ലെൻഡബിൾ ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ്. നല്ല അടിപൊളി പ്രൊഡക്റ്റാണ്. 120 ആണ് ഇതിൻ്റെ പ്രൈസ്. പക്ഷേ നമ്മൾ നൈക്കന്ന് വാങ്ങിച്ചത് കൊണ്ട് ഒരു 90 രൂപക്കൊക്കെ ഇത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അടിപൊളിയാണ്. ഇതിൻ്റെ വേറെ ഷെയ്ഡ്സ് ഉണ്ട്. നമ്മൾ ഓൺലൈൻ വാങ്ങിക്കുമ്പോൾ ഷെയ്ഡ് കുറച്ച് കൺഫ്യൂസ്ഡ് ആയിരിക്കും ഏതെടുക്കണം എന്നുള്ളത്. ഞാനൊരു ഗസ്സിൻ്റെ പുറത്തെടുത്താട്ടോ ഇത്. കുറേ റിവ്യൂ വീഡിയോ ഒക്കെ കണ്ട് ഞാൻ എടുത്തതാണ്. എന്തായാലും കൺസീലർ ആയതുകൊണ്ട് ലൈറ്റ് ഷെയ്ഡ് ആയാലും കുഴപ്പമില്ല. അപ്പോൾ വേണ്ടവർക്ക് എന്തായാലും വാങ്ങിച്ച് നോക്കാം. അപ്പോൾ ഇത് രണ്ടും ഇൻസൈറ്റിൻ്റെ പ്രൊഡക്റ്റ് ആയതുകൊണ്ട് എനിക്ക് അവർ ഫ്രീ തന്നിട്ടുള്ളതാണ് ഈ ഒരു ലിപ്സ്റ്റിക്ക്. ഞാൻ പണ്ട് ലിപ്സ്റ്റിക്കിൻ്റെ വീഡിയോ ചെയ്തപ്പോൾ അതിൽ കാണിച്ചതാണ്. ഇതേതാണെന്നറിയോ? മാറ്റ് ലിപ്പിംഗ് ആണ്. ഇതിൻ്റെ ഷെയ്ഡ് വന്നിട്ട് ബെറീസ് ഓൺ ഐസ് എന്നിട്ട് പറഞ്ഞിട്ടുള്ള ഷെയ്ഡില്ലേ. യെസ്, 16 ആണ് ബെറീസ് ഓൺ ഐസ് എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡ്. ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള ഷെയ്ഡാണിത്. അപ്പോൾ അത് തന്നെ അവർ ഫ്രീ തന്നു ഗൈസ്. ഐ ആം സോ ഹാപ്പി. ഇത് ഓപ്പൺ ചെയ്യാൻ കുറച്ച് പാടാണ്. അപ്പോൾ ഇതാണ് പ്രൊഡക്റ്റ് വന്നിട്ട്. ഇത് ഞാൻ ആ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. എന്നാലും കാണാത്തവർക്ക് വേണ്ടിയിട്ട് കാണിച്ചു തരാം. ഒരു ബ്രൗൺ ഓറഞ്ച് ഷെയ്ഡാണ് വരുന്നത്. ഞാനിപ്പോൾ അപ്ലൈ ചെയ്തിട്ടുള്ളത് ഇതാണ് കേട്ടോ. ഇതിൻ്റെ ഒരു കളർ കാണിച്ചു തരാം. എവിടെയൊക്കെ എന്തൊക്കെയോ വാരി വലിച്ച് തേച്ചിട്ടുണ്ട്. നല്ലൊരു ബ്രൗൺ ഷെയ്ഡാണ് കേട്ടോ. അപ്പോൾ ഇതെനിക്ക് ഫ്രീ ആയിട്ട് അവർ തന്നു ഗൈസ്. പക്ഷേ എനിക്കൊരു അബദ്ധം പറ്റി. ഞാൻ ഈ അത്യാർത്ഥി കാരണം
അത്യാർത്ഥി കാരണം ഞാൻ 2 ഓർഡർ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇൻസൈറ്റിൻ്റെ ഫ്രീ ഞാൻ അതിൽ കണ്ടിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ലിപ്സ്റ്റിക്ക് ഫ്രീ ആണെന്നുള്ളത് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇൻസൈറ്റിൻ്റെ വേറെയും പ്രോഡക്റ്റ് എനിക്ക് വാങ്ങിക്കേണ്ടതുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു 2 ഓർഡർ ആയിട്ട് ചെയ്യാം, അപ്പോൾ 2 സാധനം ഫ്രീ കിട്ടുമല്ലോ എന്ന്. പക്ഷേ ഞാൻ അത് കാർട്ട് കയറ്റിയപ്പോൾ സെയിം ഈ ഒരു ലിപ്സ്റ്റിക്ക് തന്നെയാണ് ഫ്രീ ആയിട്ടുള്ളത്. പിന്നെ ഞാനത് വാങ്ങിക്കാൻ നോക്കുമ്പോഴേക്ക് അതിൻ്റെ പ്രൈസൊക്കെ ഹൈ ആയി, ഓഫറൊക്കെ കഴിഞ്ഞ് പിന്നെ ആ ഒരു ലിപ്സ്റ്റിക്കൊക്കെ പോയി. അങ്ങനെ പിന്നെ ഞാൻ ആ ഉദ്ദേശിച്ച സാധനം എനിക്ക് വാങ്ങിക്കാൻ പറ്റിയിട്ടില്ല. അങ്ങനെ ഞാൻ ആ ഉദ്ദേശിച്ച സാധനം വാങ്ങിക്കാൻ പറ്റിയിട്ടില്ല. പകരം ഞാൻ അതൊരു ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചു. അതും ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ കാണിക്കാൻ, നാട്ടിലുള്ള ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചു. ഇത് വന്നിട്ട് ഇൻസൈറ്റിൻ്റെ ഹൈലൈറ്ററാണ്. ഇത് കോസ്മിക് പവർ എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡാണ്. അടിപൊളി ഹൈലൈറ്ററാണ്, അഫോർഡബിൾ പ്രൈസാണ്. ഇതിന് 120 രൂപയാണ് പ്രൈസ് വരുന്നത്. ഇതിൻ്റെ വേറെ ഷെയ്ഡ്സ് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് നൈക്കയിലും ഇത് അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ നൈക്കയിലാവുമ്പോൾ കുറച്ച് പ്രൈസ് കുറവായിട്ട് കിട്ടും. അപ്പോൾ ഇത് ഞാനിപ്പോൾ അപ്ലൈ ചെയ്തിട്ടുണ്ട്. നല്ലൊരു ഇന്നർ ഗ്ലോ കിട്ടുന്നുണ്ട്. കുറച്ചൊരു എന്താ പറയുക, ഒരു ഗ്ലിറ്റർ ഫീൽ ഉണ്ട്. പക്ഷേ അത് ചെറിയ ചെറിയ സംഭവമായതുകൊണ്ട് അങ്ങനെ പെട്ടെന്നൊന്നും എടുത്ത് കാണില്ല. എന്തായാലും അടിപൊളി പ്രോഡക്റ്റാണ്. നല്ല അഫോർഡബിൾ റേഞ്ചിലുള്ള ക്രീമി കൺസിസ്റ്റൻസിയിൽ വരുന്നതാണ്. എൻ്റെ കയ്യിൽ ഓൾറെഡി ഹൈലൈറ്റർ ഉണ്ട്, പക്ഷെ അത് പൗഡർ കൺസിസ്റ്റൻസി ആണ്. അതുകൊണ്ട് അത് അത്ര സുഖമില്ലായിട്ട് കഴിഞ്ഞാൽ കുറച്ച് ഡള്ളായ ഫീൽ വരും. ഇതാകുമ്പോൾ അടിപൊളിയായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഞാൻ പുറത്തുനിന്ന് വാങ്ങിച്ചാട്ടോ. ഇതിൽ ചുമ്മാ കാണിച്ചു എന്നേ ഉള്ളൂ. ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് കയ്യിൽ കാണിച്ചുതരാം. ഓക്കെ, കുറച്ചുകൂടെ എടുക്കട്ടെ. കോസ്മിക് പവർ ആണ് കേട്ടോ ഇത്. ഷെയ്ഡ് വന്നിട്ട് ഒരു നാച്ചുറൽ ഫിനിഷ് വരുന്നുണ്ട്. ഭയങ്കര ചങ്കി ആയിട്ടുള്ള ഗ്ലിറ്റേഴ്സ് ഒന്നുമില്ല, ചെറിയ ചെറിയ ഗ്ലിറ്റേഴ്സാണുള്ളത്. ഓക്കെ, നമുക്ക് ലാസ്റ്റ് പ്രോഡക്റ്റ് നോക്കാം. ഇത് വന്നിട്ട് മാസിൻ്റെ ഒരു ലിപ് ലൈനറാണ്. ജസ്റ്റ് 69 റുപ്പീസേ ഇതിന് MRP വരുന്നുള്ളൂ. അപ്പോൾ നമുക്ക് ഡിസ്കൗണ്ടിൽ അതിലും കുറഞ്ഞ പ്രൈസിന് കിട്ടും. അടിപൊളി ലിപ് ലൈനറാണ് ഗൈസ്. നമുക്ക് വേണമെങ്കിൽ ലിപ്സ്റ്റിക്കായിട്ട് കംപ്ലീറ്റ് അപ്ലൈ ചെയ്യാൻ പറ്റും. നല്ല പിഗ്മെൻറ്റേഷൻ ആണ്, നല്ല ക്രീമി കൺസിസ്റ്റൻസി ആണ്, സ്മൂത്തായിട്ട് നല്ല ഈസി ആയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും. ഞാനിപ്പോൾ അപ്ലൈ ചെയ്തിട്ടത് നല്ല പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യാൻ പറ്റും. ലൈറ്റായിട്ട് കൊടുത്താൽ പോലും നോക്കണ്ടോ, അങ്ങനെ കളേഴ്സ് വരുന്ന ഒരു ലിപ് ലൈനർ ആണ്. അപ്പോൾ ഇതിൻ്റെ കുറേ ഷെയ്ഡ്സ് അവൈലബിൾ ആയിട്ടുണ്ട്. ഇതിൻ്റെ ഷെയ്ഡ് വന്നിട്ട് 15 ആണ്. മഡി ബ്രിക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷെയ്ഡാണ്. ഇതിൻ്റെ വേറെ ഷെയ്ഡ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. ഇപ്പം ഈ നൈക്കയിൽ വാങ്ങിച്ചത് ഇതാണ്. അപ്പോൾ അടിപൊളിയായിട്ടുള്ള ലിപ് ലൈനറാണ്. എന്തായാലും വാങ്ങിച്ച് ട്രൈ ചെയ്യാൻ പറ്റിയിട്ടുള്ളതാണ് മാസിൻ്റെ ഈ ഒരു ലിപ് ലൈനർ. സോ അപ്പോൾ ഇത്രയും പ്രോഡക്റ്റാണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ ഞാൻ എല്ലാ പ്രോഡക്റ്റും ഓഫർ കിട്ടാൻ വേണ്ടിയിട്ട് എല്ലാ സൈറ്റിലും കാർട്ടിൽ കയറ്റിയിട്ടിട്ട് ഏതെല്ലാം പ്രൈസ് കുറവ് നോക്കിയിട്ടാണ് ഓർഡർ ചെയ്യാറുള്ളത്. അപ്പോൾ ഇതൊക്കെ ഞാൻ നൈക്കയിലാണ്, ഇതൊക്കെ എനിക്ക് നൈക്കയിലാണ് അവൈലബിൾ ആയിട്ടുള്ളതും. ഓഫർ കിട്ടിയത് നൈക്കയെന്നാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഇത് നൈക്കയെന്ന് വാങ്ങിച്ചത്. ഇനി ഞാൻ കുറച്ച് പേർപ്പിളിൽ നിന്ന് കുറച്ച് പ്രോഡക്റ്റ് വാങ്ങിച്ചിട്ടുണ്ട്. അത് നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വരുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ല എന്നുള്ള കമൻറ്റ് ചെയ്തിട്ട് അറിയിക്കാം. ഇനി മറ്റൊരു വീഡിയോ വരുന്നതിലേക്ക് എല്ലാവർക്കും ടാറ്റാ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.